الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع العليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി മുത്തഖിയായി അതോടൊപ്പം മുവഹിദായി സ്വർഗാവകാശിയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നായ റജബ് മാസത്തിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാൻ അത് നമ്മിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് റജബ് 26. പ്രവാചക ജീവിതത്തിൽ പ്രവാചകത്വം തെളിയിക്കപ്പെടാൻ അമാനുഷികമായ പല കാര്യങ്ങളും അള്ളാഹു ഉണ്ടാക്കാറുണ്ട്, പുറത്തു കൊണ്ടുവരാറുണ്ട്. പ്രവാചകൻ മുഖേന അള്ളാഹു കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഇസ്രാഉം മിഅ്റാജും. രണ്ടും സംഭവിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും മനസ്സിലാക്കിയത് അത് റജബ് 27 തന്നെയാണ് ഇസ്രാ സംഭവിച്ചെന്നാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നോമ്പും ആരാധന അനുഷ്ഠാന ആചാര ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ നുബൂവത്തിന്റെ 1 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ പറ 5 കൊല്ലം മുന്നെയാണ്. മറ്റു ചില ആളുകൾ ഹിജ്റ 16 മാസം മുമ്പ് റമളാൻ മാസത്തിലാണ് ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. മറ്റു ചില ആളുകൾ 14 മാസം മുമ്പ് മുഹറം മാസത്തിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, ഹിജ്റ പോകുന്നതിന്റെ 12 മാസം മുമ്പ് റബീ അവ്വൽ മാസത്തിലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാല് റജബ് 27 ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചെന്നൊരു അഭിപ്രായങ്ങളിൽ ഒന്നാണ് നമുക്ക് സുനിശ്ചിതമായി തീരുമാനിക്കാനുള്ള അവസരമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എന്നാണ്, എപ്പോഴാണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നഭിപ്രായമുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്നായിരുന്നാലും അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു നോമ്പോ പ്രത്യേകമായിട്ടുള്ള ഒരു നമസ്കാരമോ പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധനയോ പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചില ആൾക്കാർ പറഞ്ഞത് സ്വപ്നത്തിലായിരുന്നു അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ പ്രവാചകന്റെ റൂഹും ശരീരവും ഒരുമിച്ച് ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ശരീരവും റൂഹും ഉൾപ്പെടെയാണ് ഈ യാത്ര ഉണ്ടായത് എന്നാണ്. പ്രവാചകന്റെ ദഅവത്ത് മേഖലയിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും ത്യാഗങ്ങളും സംഭവിച്ചുകൊണ്ട് പ്രവാചകന് താങ്ങായി തണലായി ആശ്വാസമായി മാറിയിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളുടെ മരണം ദുഃഖത്തിന്റെ വർഷമെന്ന് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ പ്രവാചകന്റെ പിതൃവനായിരുന്ന അബൂ ത്വാലിബിന്റെ മരണം, പ്രവാചകന്റെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ
എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന, താങ്ങായി, തണലായി, ആശ്വാസമായി മാറിയ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. ഇത് രണ്ടും പ്രവാചകനെ മാനസികമായി വളരെ ദുഃഖിപ്പിച്ചു, സങ്കടപ്പെട്ടു. അവസാനം ഒരു അത്താണി എന്ന നിലയിൽ ത്വായിഫിലേക്ക് പോവുക. കുറച്ച് കുടുംബക്കാരുണ്ട്, അവരുടെ സഹായം കിട്ടുവാൻ, അവരുടെ സപ്പോർട്ട് കിട്ടാൻ അങ്ങോട്ട് ചെന്നപ്പോഴും തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെറിഞ്ഞ് പ്രവാചകന്റെ കാലിൽ നിന്നും രക്തം ധാരധാരായി ഒഴുകി വരുന്ന പശ്ചാത്തല ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം. അദ്ദേഹം ക്ഷീണിച്ച് അവശനായി ഒരു മുന്തിരി തോട്ടത്തിൽ ഇരിക്കുമ്പോൾ മലായിക്കത്തുകൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ ഒരു വാക്ക് തന്നാ മതി, നിങ്ങളുടെ അനുമതി തന്നാൽ മതി, ആ രണ്ട് മലകളും ചേർത്തി ഈ സമൂഹത്തെ, താങ്കളെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ച് രക്തമൊലിപ്പിച്ച ഈ സമൂഹത്തെ, ഈ നാടിനെ ഇല്ലാതാക്കാൻ അങ്ങൊന്ന് പറഞ്ഞാ മതി. ദഅ്വാ രംഗത്ത് ഇസ്ലാമിന്റെ നയം എന്താണ്, ഖുർആനിന്റെ അധ്യാപനം എന്താണ്, പ്രവാചകന്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ച തമ്പുരാനെ, എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്ക്, അവർ അജ്ഞരാണ്. സത്യത്തെ കുറിച്ച്, പരലോക നന്മയെ കുറിച്ച് അവർക്ക് ബോധമല്ല. ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടത്, നമ്മുടെ സമൂഹത്തിന് പലതും അറിയില്ല. ശിർക്കാണെന്ന് അറിയില്ല, വിദ്യത്താണെന്ന് അറിയില്ല, ഖുറാഫാത്താണെന്ന് അറിയില്ല, മാമൂലാണെന്ന് അറിയില്ല. അവർ നാടിൽ കാണുന്ന ഉസ്താദുമാർ പറയുന്നത് മുഴുവൻ ദീനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളായി കാണരുത് നമ്മൾ. ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ ഗുണകാംക്ഷ, വിശാലമായ ചിന്ത വേണം, ഹൃദയ വിശാലത വേണം, വിട്ടുവീഴ്ച മനോഭാവം വേണം. എല്ലാവരെയും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രബോധകനും അനിവാര്യമാണ് എന്ന് ഇസ്രാഇന്റെ വേളയിൽ, മിഅ്റാജിന്റെ വേളയിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര തുടർന്ന് മസ്ജിദുൽ അഖ്സ വരെ പോവുകയും 1 മാസം വഴി ദൂരമുള്ള ആ യാത്ര ഒരു ദിവസത്തിന്റെ, ഒരു രാത്രിയുടെ ഏതാനും ഭാഗങ്ങൾ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നമ്മൾ മനസ്സിലാക്കണം, 3 പള്ളികൾക്ക് ഇസ്ലാമിൽ പ്രാധാന്യമുള്ളൂ. ലോകത്തുള്ള മുഴുവൻ പള്ളികളും ഒരുപോലെയാണെന്ന്. മക്കയും മദീനയും അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസും, ഈ 3 പള്ളികളല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം, ടൂറുകൾ, ട്രിപ്പുകൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നാണ്. വേറുപാടി ട്രിപ്പ്, അതെ പുത്തമ്പള്ളി ട്രിപ്പ്, ഇങ്ങനെ കുറെ ട്രിപ്പുകൾ, യാത്രകൾ, തീർത്ഥാടനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. പ്രവാചകൻ പറഞ്ഞതറിയോ? പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഈ 3 പള്ളിയിലേക്ക് മാത്രങ്ങൾ തീർത്ഥാടനം നടത്താൻ പറ്റുള്ളൂ എന്നാ. അങ്ങനെ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലെത്തി. മരണപ്പെട്ടു പോയ സകല പ്രവാചകന്മാരെയും ജീവനോടുകൂടി അള്ളാഹു ഹയാത്തിലേക്കട കൊണ്ടുവന്ന് പ്രവാചകൻ അവരുടെ ഇമാമായി ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിസ്കരിച്ചു. സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ ആയത്ത്, ഗണ്ണന വേദികളിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മൗലവി, ഉണ്ട് മൗലവി എന്ന് പറഞ്ഞ് വാദപ്രതിവാദങ്ങളിൽ ഉദ്ധരിക്കുന്ന ആയത്തില്ലേ, ആയത്ത് ഇറങ്ങിയത് അന്നാണെന്നാണ് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചത്. പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കണം.
സകല പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരുടെയും ഇമാമായി നിസ്കരിച്ച ആ പ്രവാചകൻ, ആ സന്ദർഭം ആലോചിച്ച് നോക്കി. വസ്സൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ. നിങ്ങളുടെ മുമ്പിൽ അതാ സകല പ്രവാചകന്മാരും. ചോദിച്ചു നോക്കി, വസ്സൽ ചോദിച്ചു നോക്കി, മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നാം അയച്ച എന്റെ സകല പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കി. ഇതാണ് അല്ലാത്ത ആൾക്കാരെ വിളിക്കാൻ വിശുദ്ധ ഖുർആനിലെ തെളിവായി ഉദ്ധരിക്കാറുള്ളത്. ഇത്ര മാത്രമേ പറയുള്ളൂ, ബാക്കി പറയില്ല. ചോദിച്ചു നോക്കാൻ പറഞ്ഞ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞിന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏകദൈവ സിദ്ധാന്തം സ്ഥാപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സകല പ്രവാചകന്മാരെയും പറഞ്ഞതിനാ. അയക്കപ്പെട്ട വേദം മുഴുവൻ അവതരിപ്പിച്ചത് തൗഹീദ് സ്ഥാപിക്കാനാ. എന്നിട്ട് തൗഹീദിന് വിരുദ്ധമായ ആയത്ത് ഖുർആനിലോ എന്താ ഈ പറയുന്നത്? വസ്സൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നാം അയച്ച സകല പ്രവാചകന്മാരോടും അങ്ങൊന്ന് ചോദിച്ചു നോക്കണം. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിയതൻ യുഅ്ബദൂൻ. അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ദൈവങ്ങളോട് ആരാധനകൾ ചെയ്യാൻ നിങ്ങളോട് പടച്ച തമ്പുരാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? തൗഹീദല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് താങ്കളുടെ പൂർവികരായ സകല പ്രവാചകന്മാർ ചോദിച്ചു നോക്കാൻ പറഞ്ഞ്. പ്രവാചകനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പ്രവാചകന് സംശയമല്ല, പ്രവാചകന് സംശയമല്ല. ഇനി ആരെങ്കിലും വസ്സൽമൻ അർസൽനാ മിൻ ഖബ്ലിക, ഞാനിത് പറയുമ്പോൾ കൊട്ടപ്പുറം വാദപ്രതിവാദം നടന്നപ്പോൾ അറിയപ്പെട്ട മതപണ്ഡിതൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓതിയ ആ ആയത്ത് മുഴുവൻ ഓതാനെങ്കിലും ശ്രമിച്ചെങ്കിൽ ആ ആയത്തിറങ്ങിയത് തൗഹീദ് സ്ഥാപിക്കാനാ, ശിർക്ക് സ്ഥാപിക്കാനല്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സകല പ്രവാചകന്മാർക്കും ഇമാമായി നിസ്കരിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടമാണ് മിഅ്റാജ്. മിഅ്റാജ്, ഇസ്രാ എന്ന് പറഞ്ഞ രാപ്രയാണം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയിലെ രാപ്രയാണം. മറ്റതോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് ഇസ്രാ എന്നും അവിടുന്ന് അങ്ങോട്ട് പോയത് മിഅ്റാജ് എന്നും പറയുന്നു. ആ മിഅ്റാജ് വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. ആകാശത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് പ്രവേശിച്ചുകൊണ്ട് അനുമതി കിട്ടിയതിന് ശേഷം അവരെങ്ങനെ കയറിപ്പോവുക. ഞാൻ ചുരുക്കി പറയാ, അങ്ങനെ 7 ആകാശങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയറി ഇറങ്ങാൻ അനുമതി ലഭിക്കുക. ഒന്നാം ആകാശത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. രണ്ടാം ആകാശത്ത് വെച്ച് യഹ്യാ നബിയെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും കാണിക്കപ്പെട്ടു. മൂന്നാമത്തെ ആകാശത്തിൽ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. നാലാമത്തെ ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. അഞ്ചാമത്തെ ആകാശത്ത് വെച്ച് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. ആറാമത്തെ ആകാശത്തിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാ കലീമുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. ഏഴാം ആകാശത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഏറ്റവും അടുത്ത ആൾക്കാർ അടുത്തടുത്ത് വരും. ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏഴാം ആകാശത്ത് കാണിക്കപ്പെടുകയാണ്. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. പല പല കാഴ്ചകൾ കാണിക്കപ്പെട്ടു. ബൈത്തുൽ മഅമൂർ കാണിക്കപ്പെട്ടു. എല്ലാ ദിവസവും 70,000 മലായികത്തുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിച്ച മലായികത്തുകൾ പിന്നെ ഖിയാമത്ത് നാൾ വരെ തിരിച്ചു വരൂല എന്നാ. ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീഹി ആഖിറ മാ അലൈഹിം. ഉള്ളിലേക്ക് കയറിയവർ തിരിച്ചു. അത്രത്തോളം മലായികത്തുകളുടെ പ്രവേശനം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹ കണ്ടു. സ്വർഗത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇളന്ത മരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശാലമായി കിടക്കുന്ന ആ മരം കാണിക്കപ്പെടുന്ന സിദ്റത്തുൽ മുൻതഹ
ആനയുടെ ചെവിയെ പോലെയാണ് അതിലെ ഇലകളെന്ന് ഹദീസുകളിൽ കാണാം. അതിലെ ഫലങ്ങള് ഹജറിലെ തോൽ കുടങ്ങളെ പോലെയാണെന്ന് കാണാം. ഹദീസിൽ വർണ്ണിച്ചതിനപ്പുറം നമുക്കൊന്നും പറയാനോ ആലോചിക്കാനോ അവകാശമില്ല. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ യഥാർത്ഥ രൂപം കണ്ടുന്ന, സാധാരണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ള വസ്ത്രം ധരിച്ച് പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരിക. 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ യഥാർത്ഥ രൂപത്തിൽ കാണിക്കപ്പെട്ടു. ഖുർആൻ പറയാ വലഖദ് റആഉ നസ്ലതൻ ഉഖ്റ. ഒരിക്കൽ കൂടി അദ്ദേഹം കാണിക്കപ്പെട്ടു ഇൻദ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ അടുക്കൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 600 ചിറകുകളുള്ള പ്രത്യേകമായ രൂപത്തിലുള്ള ആ മാലാഖയെ, ആ മലക്കിനെ കാണിക്കപ്പെട്ടു എന്ന് ഖുർആൻ പറയാ. ജന്നത്തുൽ മഅവ. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് സ്വർഗം നിലകൊള്ളുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. സഹോദരങ്ങളെ, എങ്ങനെയാണ് മലായിക്കത്തുകളെന്ന്, ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ് എന്ന് ഹദീസിൽ വന്നതിനപ്പുറമായി നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. പലപ്പോഴും പ്രവാചകൻ പേടിക്കാറുണ്ട്, വിറക്കാറുണ്ട്. വഹിയിന്റെ ആഗമനം ഉണ്ടാകുമ്പോൾ വിയർത്തൊലിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്വർഗത്തിലെ 4 പുഴകൾ, 4 അരുവികൾ പ്രവാചകന് കാണിക്കപ്പെട്ടുന്ന, തേനിന്റെയും പാലിന്റെയും കള്ളിന്റെയും ശുദ്ധജലത്തിന്റെയും 4 അരുവികൾ. ഖുർആൻ തന്നെ പറയട്ടെ, ഫീഹാ അൻഹാറും മിൻ മാഇൻ غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. പരിശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു നദി, കേടുവരാത്ത പാൽ ഒഴുകുന്ന, പാല് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, കുറച്ച് നേരം കഴിഞ്ഞാല് അത് പുളിച്ചു കൊണ്ടുപോകും, അല്ലെ, കേടുവരും. എന്നാൽ സ്വർഗത്തിലെ നദികളിലെ പാല് ലം യതഗയ്യർ തഅമഹു, അതിന്റെ രുചിക്ക് വകഭേദം വരില്ല. വൻഹാറു മിൻ ഖംറിൻ, കള്ളിന്റെ പുഴ ഉണ്ടാവും. ഇവിടുന്ന് കള്ളു കുടിച്ചാത്തവർക്ക്, ഇവിടുന്ന് കള്ള് രുചിച്ചു നോക്കാത്തവർക്ക് സ്വർഗത്തിലെ കള്ളുടിക്കുക. സ്വർഗത്തിൽ കള്ളോ? ഖുർആൻ പറയാ ലസ്സത്തുൽ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദനം ഉണ്ടാവും. ഇവിടുത്തെ മാതിരി ഇങ്ങനെ മാലായിട്ട് വേലിനൊക്കെ പോയിട്ട് തിരക്കുക, ഈ അവസ്ഥ അല്ല. കുടിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആസ്വാദനം നൽകുന്ന കള്ളിന്റെ ആറുകൾ ഉണ്ടാകും. പരിശുദ്ധമായിട്ടുള്ള തേനിന്റെ, ഇവിടുത്തെ നാട്ടിലെ ഫെവിക്കോൾ കലക്കിയ തേനല്ല, ശുദ്ധമായിട്ട് ഒഴുകുന്ന തേനിന്റെ ആറുകൾ ഉണ്ടാകുന്ന ഈ 4 ആറുകൾ, 4 പുഴകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയാണ്. ഈ സന്ദർഭത്തിലാണ് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ പോയി തിരിച്ചു വരുമ്പോൾ 50 വക്ത് നമസ്കാരവുമായി വരുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശ്രദ്ധയപ്പെടുന്നത്. മൂസാ നബി പറഞ്ഞു, നിങ്ങളെ ഉമ്മത്തിനൊന്നും ചെയ്യാൻ പറ്റൂല. 50 പറഞ്ഞത് കുറച്ച് 50 ആയി, 25 ആയി, 10 ആയി, അവസാനം 5 ആയി. ഇനി കുറക്കൂല പറഞ്ഞു. ഈ 5 വക്ത് നിലകൊള്ളുന്നത് 50 വക്ത് നിസ്കരിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ കാണിക്കപ്പെട്ടു. ഈ ചെറിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ സമയം അനുവദിക്കൂല. വലിയ പാറ കഷ്ണങ്ങളുമായി ചില വ്യക്തികളെ മലത്തി കിടത്തി തലയിലേക്ക് വലിച്ചെറിയാണ്. ആ കല്ല് തെറിച്ചുപോയി. ആ കല്ലെടുക്കുമ്പോഴേക്കും ചിതറിയ തലയെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. കല്ലിട്ട് വലിയ പാറ എടുത്തിട്ട് തലയിക്കിട്ട് ഇങ്ങനെ തല ചെതറുന്ന അവസ്ഥ കാണിക്കപ്പെട്ടു. ഫർദ് നമസ്കാരത്തിന്റെ സമയം കൃത്യമായി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുമായി ചേർത്തി വായിക്കണം. നിസ്കരിക്കണം എന്നുള്ള ബോധമുണ്ട്,
നിസ്കരിക്കാത്തവര് ദീനിന്റെ പുറത്താണ് എന്നുള്ള ഓർമ്മയുണ്ട്, എന്നിട്ട് അത് നിർവഹിക്കാതെ കടന്നുറങ്ങാം, അവർക്കുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇരുമ്പിന്റെ കൊക്കും കൊളുത്തുമുള്ള ദണ്ഡുകൾ കൊണ്ട് തന്റെ പിരടി വരെ വലിച്ചു കീറുന്ന വിഭാഗം ആളുകളെ കാണിക്കപ്പെട്ടുന്ന ഒരു ഭാഗം ശരിയാക്കുമ്പോ അടുത്ത ഭാഗം ശരിയാവുന്ന ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവരാരാ? നേരം വെളുത്ത ബലം പണി എന്താ? പരദൂഷണവും ഐബത്തും നമീമത്തുമായിട്ട് ആൾക്കാർ ചിരിപ്പിച്ച് കോമഡി പറഞ്ഞ് അല്ലെ, രസം, ആൾക്കാർ ചിരിച്ചാ മതി, എന്ത് വടായി പറഞ്ഞാലും വേണ്ടില്ല, ചിരിച്ചാ മതി. അത് റീലായാലും അതുപോലെ തന്നെ പിന്നെ പ്രോഗ്രാം ആയാലും സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നാലും ചിരിച്ചാ മതി. അത് സത്യമുണ്ടോ, ന്യായമുണ്ടോ, ധർമ്മമുണ്ടോ? ഇതൊന്നും ആരും നോക്കൂല. ഇങ്ങനെ പരദൂഷണം പറയുന്ന, കളവ് പറയുന്ന ആളുകൾക്ക് ശിക്ഷ എന്ന് പ്രവാചകൻ പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞത്, രക്തത്തിന്റെ കളറുള്ള ഒരു പുഴയിലേക്ക് ഒരാൾ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളിങ്ങനെ കരയിലേക്ക് വരുംതോറും അദ്ദേഹത്തിന്റെ വായിലേക്ക് വലിയ വലിയ കല്ലുകൾ എറിഞ്ഞു കൊടുക്കുന്ന രംഗം. പിന്നെ അയാൾ പോവുക, തിരിച്ചു വരിക. ധാരാ പലിശയുടെ മുതല് തിന്നുള്ള അവസ്ഥ. പലിശ ഹറാമാണ്, തിന്നാൻ പാടില്ല, തീറ്റിക്കാൻ പാടില്ല, സാക്ഷി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പഠിച്ച നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഭയാനകമായ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട്. പലിശ വാങ്ങിയിട്ട് ഒരാൾ രക്ഷപ്പെട്ട ചരിത്രമല്ല. പിശാച് സഞ്ചരിക്കുന്ന രൂപത്തിലായിരിക്കും പരലോകത്തിൽ അവനെ ഒരുമിച്ച് കൂട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. സഹോദരങ്ങളെ, ഇസ്രാവും മിറാജിന്റെയും വാർത്തയുമായി പ്രവാചകൻ പിറ്റേന്ന് രാവിലെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരിക. ആദ്യമായി ചെന്നത് പ്രവാചകന്റെ മൂത്താപ്പയുടെ മകളായ ഉമ്മുഹാനിയുടെ അടുത്തേക്കാ. അബൂ ത്വാലിബിന്റെ മകൾ അലി റളിയല്ലാഹുവിന്റെ സഹോദരിയോട് ഈ കാര്യം പറഞ്ഞു, ഇത് ജനങ്ങളോട് പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഭ്രാന്തന് അല്ലെങ്കിൽ കാക്കക്കാരന്മാരെ അംഗീകരിക്കാത്തവര് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുമായി നിന്നെ വിമർശിക്കാതിരിക്കുന്ന ആളിടയിൽ 2 മാസം കൊണ്ട് നടക്കേണ്ട ഒരു സംഗതി ഒരു രാവിലെ ചില ഭാഗങ്ങൾ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കൂല. അത് പറയാൻ പോണ്ടായിരുന്നു ഉമ്മുഹാനി. രണ്ടാമതായി, പ്രവാചകനത് പറയാക്കാൻ പറ്റുമോ? കാരണം രാത്രി കണ്ട അത്ഭുതപരമായിട്ടുള്ള കാര്യങ്ങൾ, അദൃശ്യ ലോകത്തിന്റെ വർത്തമാനങ്ങൾ അദ്ദേഹം അബൂജഹലുമായി പങ്കുവയ്ക്കുകയാണ്. അബൂജഹൽ കളിയാക്കി, പരിഹസിച്ച് അവര് ഭ്രാന്തായോ? എന്താണ് ഈ പറയണത്? സ്ഥിരബുദ്ധിയില്ലേ? ഇങ്ങനെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. പിന്നെ മുത്തഹിബിനു അദിയ് അദ്ദേഹത്തെയോടാണ് വിവരം പറഞ്ഞത്. പ്രവാചകന് സംരക്ഷണം നൽകുന്ന തോയ്ഫിൽ നിന്ന് പ്രവാചകൻ രക്തം ഒലിച്ചുകൊണ്ട് കഅബാലയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹമായിരുന്നു പ്രവാചകന് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 4 മക്കളും അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന ഞാൻ അംഗീകരിക്കും, പക്ഷെ ഇത് ഞാൻ അംഗീകരിക്കൂല, ഈ പറഞ്ഞത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് കടന്നു വരുന്നത്. നിന്റെ കൂട്ടുകാരന്റെ വാക്കുകൾ നീ കേട്ടിട്ടുണ്ടോ? എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രവാചകൻ രാത്രി യാത്രയെ കുറിച്ചും അതുപോലെ തന്നെ ആകാശ ആരോഹണത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നഹു ഖാലു ഫഖദ് സദഖ, അത് സത്യകാരം, അത് സത്യമായിരിക്കുന്ന ആകാശ ലോകങ്ങളിൽ നിന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ വഹി കൊണ്ടുവരുന്ന എന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% സത്യമാണെന്ന. ഇതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിന്റെ കൂടെ സിദ്ദീഖ് എന്ന് പേര് വരാനുള്ള പശ്ചാത്തലം അതാ. ഇന്നല്ലാഹ സമ്മാഉ സിദ്ദീഖ്, പടച്ച തമ്പുരാൻ അബൂബക്കറിനെ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് വിളിച്ചിട്ടുണ്ട്. അത് നമ്മളൊക്കെ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. പ്രവാചകൻ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളുന്ന സഹാബി വര്യനാണ്. അപ്പൊ ഇത് മുഅ്ജിസത്താണ്. പ്രവാചകൻ കരുതുമ്പോഴൊക്കെ പിന്നെ ആകാശത്തിൽ കയറി പോയിട്ടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു തവണ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മുഅ്ജിസത്തും കറാമത്തും കച്ചവടം ചെയ്യുന്ന തങ്ങന്മാരും ജ്യോത്സ്യന്മാരുള്ള കാല.
പ്രവാചകൻ പിന്നെ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് കയറിപ്പോയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ കരുതുമ്പോൾ മുഅ്ജിസത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല. ആകാശത്ത് ഭസ്മെടുക്കുന്ന ആൾക്കാര്, പല തരികികളും തട്ടിപ്പുകളും കാണിക്കുന്ന ആളുകള്, ഇതൊക്കെ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും പേരില. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇത് കച്ചവടം ചെയ്യാനുള്ളതല്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആർത്തവമുള്ള, മെൻസസ് ഉള്ള, പീരിയഡ്സ് ഉള്ള ഒരു പെണ്ണ് തന്റെ ആർത്തവം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അതിനേക്കാൾ ശ്രദ്ധിക്കുന്നതാണ് കറാമത്തുള്ള ആളുകള്. ചിലപ്പോ അയാൾക്ക് തന്നെ അറിയില്ല അയാൾക്ക് കറാമത്തിട്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മീയമായ കച്ചവടങ്ങള്, ആത്മീയമായ തട്ടിപ്പുകള്, ഏത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ തലവന്മാരും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഷേഖിന്റെയോ തങ്ങന്മാരുടെയോ ഉടുതുണിയില്ലാത്ത ആളുകളുടെ മുമ്പിൽ എല്ലാം മറന്നുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുന്ന ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മുഅ്ജിസത്തും കറാമത്തും വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയ. അത് തോന്നണമാതിരി ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള വടി നിലത്തിട്ട് പാമ്പായി മാറിയിട്ടുണ്ട്. പ്രവാചകൻ അറിയില്ല. ആ വടി അതേ വടിയാണ് നൈൽ നദി എത്തിയപ്പോഴ് പ്രവാചകൻ എന്താ പറഞ്ഞത്? ആൾക്കാർ നിങ്ങളെ പിടികൂടുന്നു പറഞ്ഞപ്പോഴേ മൂസാ നബി പറഞ്ഞതറിയോ? എന്റെ കയ്യിൽ വടി ഉണ്ട് എന്നല്ല. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതറിയോ? ഇന്ന മഅയ റബ്ബീന, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാ. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്ന. അപ്പൊ കറാമത്തായാലും മുഅ്ജിസത്തായാലും യഥേഷ്ടം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നുകൂടി ഈ ഇസ്രാജ് മിഅ്റാജ് വേളയില് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇസ്രാഉം മിഅ്റാജും റജബ് 27-നാണ് നടന്നതെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. വന്നാലും ഇല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു നോമ്പോ ഒരു നമസ്കാരമോ ഒരു ആരാധനയോ അനുഷ്ഠാനങ്ങളോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പല നോട്ടീസും പല പ്രോഗ്രാമുകളും കാണാം നമുക്ക് റജബ് 20-നോടനുബന്ധിച്ച്. നമുക്ക് പറയാനുള്ള എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, ചെയ്യണ്ടെന്ന് പറഞ്ഞ വിരോധിച്ച എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ സമൂഹത്തോട് ഇന്നും എന്നും നമുക്ക് പറയാനുള്ളത്. പ്രവാചകന്റെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ജനുവരി 15 കേരള പാലിയേറ്റീവ് ദിനമായി കൊണ്ടാടുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാനാകാത്ത 6 ബാധ്യതയിലൊന്നാണ് രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സന്ദർശിക്കുക. എപ്പോഴും കണ്ടാ പോരെന്ന ആദ എന്നുള്ള പദത്തിന് പതിവായി ചെയ്യാൻ അർത്ഥം. ഞാൻ പോയിട്ടില്ലെങ്കിൽ ഓനെന്താ വിചാരിച്ചാണ് ഇതല്ല. എന്റെ ബാധ്യത, നമ്മുടെ ബാധ്യത എന്ന നിലക്ക് രോഗിയെ സംരക്ഷിക്കുക എന്നത് രോഗിയുടെയും കുടുംബത്തിന്റെയും ബാധ്യതയല്ല, സമൂഹത്തിന്റെ ബാധ്യതയാണ്, മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് എന്നാണ് പാലിയേറ്റീവ് നമ്മോട് പറയുന്നത്. പല ദിവസങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കവറുമായി ബക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ ഒരു കൊല്ലം പ്രവർത്തിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ മാറിക്കരുത്. നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് തിരിച്ചറിയണം. ഒരാൾക്കുള്ള പ്രയാസങ്ങള്, കിടപ്പിലായ രോഗികളുണ്ട്,
മാരകമായ രോഗം ബാധിച്ച ആൾക്കാരുണ്ട്, നട്ടെല്ലിന് ക്ഷതം ഏറ്റ ആളുകളുണ്ട്, പ്രാഥമിക കർമ്മം പോലും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. ഇവരനുഭവിക്കുന്ന വേദന, ഒരു പല്ല് വേദന ഉണ്ടായാൽ നേരം വെച്ച് കിട്ടിയാൽ മതി നമ്മൾ വിചാരിച്ചൂലേ. ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്. മരിക്കണവരെ ആ വേദനയിൽ ഒരു ആശ്വാസം നൽകാൻ, ഒരു സമാധാനം നൽകാനുള്ള ശ്രമമാണ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ചെയ്യുന്നത്. മരണം ഉറപ്പാ, എന്ത് മരുന്നിട്ടും കാര്യമില്ല. പക്ഷെ മരിക്കുന്നത് വരെ സമാധാനം, ആശ്വാസം, ആ കുട്ടികളെ ദത്തെടുക്കാൻ, കുടുംബത്തിന്റെ സാമ്പത്തികമായ അവസ്ഥയിൽ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് പിൻബലം നൽകാൻ, പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ, ചികിത്സക്ക് വക നൽകാൻ, വീടൊരുക്കാൻ, ഇതൊക്കെ പാലിയേറ്റീവിൻ്റെതാ. വെറും ശുശ്രൂഷ മാത്രല്ല, ഇതെല്ലാം ഉൾക്കൊള്ളുക. പ്രവാചകൻ പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ഈ ദുനിയാവിന്റെ എന്ത് പ്രയാസമായിരുന്നാലും അതകറ്റാൻ, അതില്ലാതാക്കാൻ ആര് ശ്രമിക്കുന്നുവോ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, പരലോകത്തിന്റെ എന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും അതില്ലാതാക്കാൻ, ഈ ദുനിയാവിൽ ഒരാളുടെ ബുദ്ധിമുട്ടുകൾ, രോഗമാകട്ടെ, കടമാകട്ടെ, പട്ടിണിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, ചികിത്സയാകട്ടെ, വീടാകട്ടെ, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും സഹായിക്കാനില്ലാത്ത, അള്ളാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ മത്സരയിൽ നമുക്കോരോരുത്തർക്കും ആശ്വാസം കിട്ടാൻ നമ്മുടെ ബാധ്യതയായി ഈ രോഗികളുടെ പുനരധിവാസവും അതുപോലെ അവർക്ക് ആശ്വാസമേകുന്ന കണ്ണിയിൽ നമ്മൾ കൈകോർക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് പരവശനായി വരുന്ന പ്രവാചകനോട് പറഞ്ഞൊരു വാചകമുണ്ട്, പടച്ച തമ്പുരാൻ ഒരിക്കലും താങ്കളെ നിന്ദിക്കില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, താങ്കൾ പ്രയാസമുള്ള ആളുകളുടെ പ്രയാസം അകറ്റുന്നു, അഗതികളെ സംരക്ഷിക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ പ്രയാസമുള്ള ആളുകൾക്ക് ആശ്വാസം നൽകുന്ന താങ്കളെ ഒരിക്കലും പടച്ചോന് നിന്ദിക്കുകയില്ല എന്ന മഹദി ഖദീജ റളിയല്ലാഹുവിന്റെ വാചകം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു രോഗിയെ സന്ദർശിച്ചാല് അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. മാത്രമല്ല ആ രോഗിക്ക് ഏറ്റവും ആശ്വാസമേകുന്നത്, സ്വാന്തനമേകുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. മാനസികമായ ഔഷധമാണ് നമ്മുടെ വിസിറ്റിങ്ങും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു കൊടുക്കും. പ്രാർത്ഥിക്കൂല നമ്മള്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിറു സഖം. ഒന്ന് തടവി വെക്കാൻ, നിങ്ങൾ ഒന്ന് ആ രോഗിയുടെ ശരീരത്തിൽ തടവി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കുന്നേക്കാൾ ആ രോഗിക്ക് ആശ്വാസിക്കാറ്. എനിക്ക് അനുഭവം, ഞാൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയപ്പോ ഒന്നും കൂടി ചൊല്ലി അദ്ദേഹം അനുഭവിക്കുന്ന മാനസികമായ ഔഷധമാണ് ഈ പ്രാർത്ഥന. അപ്പൊ പാലിയേറ്റുമായി ബന്ധപ്പെട്ട് ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ബാധ്യത എന്നുള്ള ബോധ്യത്തോടു കൂടി നാടിനൊപ്പം അതുപോലെ പാലിയേറ്റീവ് ക്ലിനിക്കിനൊപ്പം നമ്മൾ ഒത്തൊരുമയോടുകൂടി ഇറങ്ങി വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ദീനിന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ എടവണ്ണ ജാമ്യയിലെ വിദ്യാർത്ഥികളോട് എത്തിയിട്ടുണ്ട്. ദഅവാ സമ്മേളനം വരുന്ന 24, 25 ദിവസങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിൽ എടവണ്ണ വെച്ച് നടക്കുകയാണ്. ദഅവാ രംഗത്ത് ധാരാളം ഖതീബുമാരെയും ദായിമാരെയും വാർത്തെടുത്ത ആ സ്ഥാപനത്തിന്റെ ദഅവാ സംരക്ഷണത്തിന് ഒരു സഹായമേകാൻ ഇന്നത്തെ കലക്ഷൻ പള്ളിന്റെ നടക്കും. അത് കഴിഞ്ഞ് ഒരു പുറത്തേക്കുന്നുണ്ടാവും. അവരെ വെറും കൈയോടെ മടക്കരുത്, എന്തെങ്കിലും ഒന്ന്. കാരണം ദഅവത്ത് നടത്തുക എന്നത് ഓരോ മുസൽമാന്റെയും ബാധ്യത. നമുക്ക് ഇറങ്ങാൻ നേരല്ല. എന്താ ചെയ്യാൻ കഴിച്ചാല് ചെറിയൊരു സഹായം ചെയ്യണമെന്ന് ദീനിന്റെ പേരിൽ പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.